വെൽക്കം ടു ഉത്സവം വ്ളോഗ്. ഞാൻ ഇതിനു മുമ്പ് ട്രിപ്പ് വ്ളോഗ് കണ്ടു കാണും. ഞാൻ KSRTCയിൽ അതികഠിനമായി യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതിപ്പം പാർട്ട് 2 എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പം അങ്ങനെ വീട്ടിലെത്തി ഇവിടെ നല്ല ചീത്ത കേട്ടിരിക്കുക. കണ്ടോ, മൂക്ക് വീർത്തിരിക്കുന്നത് കണ്ടോ? കണ്ടോ ഗൈസ്, എൻ്റെ അവിടെ മൂക്ക് വീർത്തിരിക്കുന്നത് കണ്ടോ? ആ ചിരി കണ്ടോ? ഓ മൈ ഗോഡ്, സുശീല അത് തുപ്പി കണ്ടോ? ജസ്മിൻ ജഫറിനെ പോലെ ഇന്നത്തെ തുപ്പിട്ടു തന്നെ. ഇവിടത്തേക്ക് അൺഹൈജീനിക് അല്ലോ, മൊത്തം തൂപ്പിട്ടിട്ടാണ് വരുന്ന ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഉത്സവമാണ്. അമ്മൂമ്മ വന്നിട്ടുണ്ട്. ഇതോ അമ്മൂമ്മ അവിടെ ഷീലേനെ പോലെ സെക്സി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഞാൻ രാവിലെ പോലും ഒന്നും കഴിച്ചതല്ല. അപ്പോൾ അമ്മൂമ്മ പിന്നെ കഥ പറയാം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഉത്സവത്തിന് സദ്യയാണ് നിശ്ചയിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, അതുകൊണ്ട് വർത്തിട്ട് മൊത്തം വിയർത്ത് കുളിച്ചെങ്കിലും കുഴപ്പമില്ല. കോവയ്ക്കാൻ മെഴുകുരട്ടി എൻ്റെ ഫേവറേറ്റ്, ചീര മെഴുകുരട്ടി അതും എൻ്റെ ഫേവറേറ്റ്, അവിയൽ മറ്റേ കിച്ചടി അത് അത്ര ഫേവറേറ്റ് അല്ല, എന്നാലും എനിക്ക് ഇഷ്ടമാണ്. പരിപ്പ് പപ്പടം ഇത് ഞാൻ പ്രത്യേകം ഷബുവിനെ ഡെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇപ്പം വൈകുന്നേരമായി, ശരിക്കും പറഞ്ഞാൽ 3:30 അപ്പം അത് കഴിഞ്ഞ് ഇന്ന റെഡി ആവണം. എന്നിട്ട് ഞാൻ കുറച്ച് റീലൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. ഞാനൊന്ന് കിടന്നുറങ്ങി. അപ്പത്തേക്ക് ആളുകൾ വന്നു. ഉറക്കം ഇതായി. ഇവിടെ മമ്മയും മോളും കൂടെ അതീവ പാചകത്തില്. എൻ്റെ കാമുകനമ്മ ഇനി മേല് കഴിയണം പോലെ കാണാൻ നല്ല ഉറക്കം വരും. വെയിൽ കൊണ്ടല്ലേ മെയിൽ എഴുതിയിട്ട് റെഡി ആയിട്ട് വേണം 9 പോവാൻ. അപ്പം ഞാൻ റെഡിയായി. കണ്ടോ, ഞങ്ങൾ റീലെടുക്കുമായിരുന്നു. എൻ്റെ ക്യാമറമാനെ കണ്ടോ? വാവ്, കണ്ടോ എൻ്റെ മോഡൽ അവിടെ കണ്ണാടി കാണാത്ത ദേഷ്യത്തിലാണ്. വേറെ മോഡലിന് ഇവിടെ വിഗ്രഹം പോയി. ആറാട്ട് എഴുന്നള്ളി അങ്ങോട്ട് പോയി. ഇനിയിപ്പം ഞങ്ങൾ അപ്പുറത്ത് പോയി കാണണം. അപ്പച്ചിതേ അവിടെ ഇരിപ്പുണ്ട്. കുറേ നേരമായിട്ട് റെഡിയായി. അപ്പം ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടെ. വലിച്ച കാട്ടിൻ്റെ അകത്താ, കാണുന്നില്ല. പോട്ടെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏറ്റക്കുളങ്ങര അമ്പലം എന്ന് പറയുന്നത് നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ നേരെ ഈ സൈഡിൽ. അപ്പോൾ ഏറ്റക്കുളങ്ങര അമ്പലത്തിൻ്റെ കുളത്തിലാണ് നമ്മൾ ഭഗവാനെ കുളിപ്പിച്ചിട്ട് പിന്നെ എഴുന്നള്ളിച്ച് നേരെ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പം ഞങ്ങളിപ്പം നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം ഞങ്ങളിപ്പം എവിടെ പോയിക്കൊണ്ടിരിക്കുക? ഞങ്ങൾ ഏറ്റക്കുളങ്ങര അമ്പലത്തിൽ പോകാൻ. കാരണം ഇത് പോകുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ചിലച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾ അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. വണ്ടി മേടിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ കാണിച്ചത് എല്ലാവരും സ്ഥലപ്പടിയും നടന്നുകൊണ്ടിരിക്കുക. മറ്റേ ഇതിനകത്ത് കൊണ്ടുവരത്തില്ലേ, മറ്റേ ബസ്സിലൊക്കെ കൊണ്ടുതരത്തില്ലേ അമ്മേ? ഇഞ്ചിമിഠായില്ല, അതിൻ്റെ ഇഞ്ചിമിഠായില്ലേ പല കളറിലുള്ള ഞാൻ പറയുന്നത്. അപ്പം ഇതിന് 10 ഇപ്പം കണ്ടതാണ് ആറാട്ട്. അപ്പം കൃഷ്ണനെ എണ്ണയൊക്കെ തേപ്പിച്ച് മണ്ണിളൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ കുളിച്ചു. ഇനി ഇവിടുന്ന് നല്ല എഴുന്നേറ്റ് കൃഷ്ണനെ ഒരുക്കുകയൊക്കെ ചെയ്യും. അപ്പം എനിക്ക് 4 കുളിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എഴുന്നള്ളിച്ച് ആരപ്പുറത്ത് അങ്ങ് കൊണ്ടുവരും, അവിടെ കാണിച്ചു തരാം. ഞാൻ അച്ഛനെ സൊപ്പിട്ട് 2 ബലൂണൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് സെറ്റപ്പൊക്കെ മാറി. ഇതിപ്പോൾ തീപ്പെട്ടി പൊട്ടാസ് തീപ്പെട്ടി ഇട്ട് പൊട്ടിക്കാൻ പറ്റും. ആ തീപ്പെട്ടിയുടെ ഒരു കൊള്ളി എടുത്തിടുക. എന്നിട്ട്
ഓ മൈ ഗാഡ്. ഓക്കെ, നമുക്കൊരു പൊട്ടാസ് വാങ്ങാം. അച്ഛൻ്റെ ആദ്യത്തെ കാശ് പൊട്ടിച്ചത് തീപ്പെട്ടി പൊട്ടാസ് വാങ്ങാനാണ്. 100 രൂപ എന്ന് കേട്ടിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ഹലോ, പയ്യ ടെസ്റ്റിങ്ങില. ഓ പിന്നെ അല്ല, നാളെ തൊട്ട് ഞാൻ ജെയിംസ് ബോണ്ട്. ദാ പോയി പൊട്ടാസ്. ഗോലി ഡാൽദേന ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ. അയ്യോ ചീറ്റി പോയി. അച്ഛൻ നമ്മുടെ മറ്റേ പൊട്ടാസ് നോക്ക് പോലെ തന്നെ. ഓ സിമ്പിൾ. ഓക്കെ, കൊടുത്തോ, വാങ്ങിയ. എനിക്ക് കളിക്കാൻ തോക്ക് വാങ്ങിച്ചു. ഇതാരാ വന്നേ നോക്കൂ. ഹായ് ഗൈസ്. അപ്പം ഞങ്ങൾ വെള്ളമെല്ലാം കുടിച്ചു. അച്ഛൻ തോക്ക് പൊട്ടിച്ചു, കുറച്ച് പേരെ പേടിപ്പിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടു തോക്കുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നു. ഇനി ഇത് എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവരണം, അപ്പോഴേ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം കണ്ടോ, ഇരുട്ടാണ്. നമ്മൾ വീടിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ നടന്നൊന്ന് വൈ നോക്കി കറങ്ങി വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ അത് തിരിച്ചു വരുമ്പോഴത്തേക്കും എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പം ആനയൊക്കെ വരുമ്പം പോയി കാണാം. നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നു. അമ്മ ടവറായിട്ട് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നു. ഫുഡ് രക്ഷില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനിട്ടും ദോശയും സാമ്പാറാണ്. ഞാൻ കുറച്ചെടുത്തോളൂ, കാരണം വെള്ളം കുടിച്ചാൽ കണ്ടോ. ഇരുപത്തി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വയ്യ, സഹിക്കാൻ വയ്യ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയും അവിടെ ആനനെ എഴുന്നള്ളിച്ച് കിളമ്പെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളത് കാണാൻ വേണ്ടി പോവാണ്. വന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്തായിരുന്നു. നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് ഒച്ച ഒന്നും ഇല്ലാതായി. കുറേ പേര് അറിയാവുന്നവർ കണ്ടു സംസാരിക്കുകയൊക്കെ ചെയ്ത് രാവിലെ തൊട്ട് പിന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ എന്താ വിയർത്ത് കുളിച്ചു. എനിക്കിനി ഒരു 10 പ്രാവശ്യം കുളിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ വിയർത്ത് കുളിച്ചു. അപ്പം ഈ വർഷത്തെ ഉത്സവം ഗംഭീരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആഘോഷിച്ചു. ഞാൻ ഇതാ ഇവിടെ കൊച്ചിറക്കാൻ മുട്ടാൻ കരച്ചില്ല, പടക്കം പൊട്ടുന്നത് പേടിച്ചു, ക്യാപ്പുനൊക്കെ പേടിച്ചു. അപ്പോൾ അങ്ങനെ അടുത്ത പേടിച്ച് മുറി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉത്സവമൊക്കെ ഗംഭീരമായി. ഇനിയിപ്പം ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ഞാൻ ഇനി ഒന്ന് മെയിൽ എഴുതിയിട്ട് എൻ്റെ പൊന്നേ അമ്പടെ സ്വത്ത് പോട്ടെ.
ആ ഇതടുത്തത് പേടിച്ചിരിക്കുക പടക്കം പൊട്ടുന്നത് കേട്ടിട്ട് കണ്ടോ നല്ല പേടിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി സുലാൻ.